ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അൺബോക്സ് ചെയ്യുന്ന ഐറ്റം പെറ്റ് ഹെയർ റിമൂവർ ആണ്. ഇതിന്റെ യൂസേജ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പെറ്റ്സിനെ വീടിനുള്ളിൽ വളർത്തുന്ന പെറ്റ് പാരന്റ്സ് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് പെറ്റ്സിന്റെ ഹെയർ ബെഡ്ഷീറ്റിലോ പില്ലോസിലോ സോഫയിലോ അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന ഡ്രസ്സിലൊക്കെ കാണുന്നത്. അപ്പൊ ഇത് നോർമലി റിമൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിന് സൊല്യൂഷൻ ആയിട്ട് ഞാൻ ആമസോണിൽ ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയ ഒരു പ്രൊഡക്റ്റ് ആണിത്. ഞാൻ വാങ്ങുന്ന ടൈമിൽ ഇതിന് 285 രൂപയായിരുന്നു പ്രൈസ്. ഇതെനിക്ക് ഒരു 4 ദിവസം മുമ്പ് കിട്ടിയതാണ്. പക്ഷെ ഇതുമായിട്ട് അൺബോക്സ് ചെയ്തിട്ടില്ല, വീഡിയോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ ആമസോൺ പ്രൈം മെമ്പർ ആയതുകൊണ്ട് എനിക്ക് ഒരു ദിവസം കൊണ്ടാണ് ഈ പ്രൊഡക്റ്റ് കിട്ടിയത്. അപ്പൊ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അൺബോക്സ് ചെയ്തിട്ട് ബോക്സിന്റെ ഉള്ളിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് 3 ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. 2 ബ്രഷും 2 ക്ലീനിങ് ബേസും കിട്ടിയിട്ടുണ്ട്. വലിയ ബ്രഷ് 2 സൈഡും യൂസ് ചെയ്യാം കേട്ടോ. ക്ലീനിങ് ബേസിന്റെ താഴെ കളക്റ്റായ ഡസ്റ്റിനെ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കിയാലോ. ഒരു ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ടെസയുടെ ഹെയർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നോക്കാം ഇത് റിമൂവ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. സ്പ്രെഡ് ചെയ്ത ഹെയർ അത്യാവശ്യം റിമൂവ് ആയി ക്ലീൻ ആയി വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഫേസ് ചെയ്ത ഒരു ഇഷ്യൂ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്ലീനിങ് ബേസിൽ ഡസ്റ്റ് കളക്ട് ആവുന്ന ബില്ലിൽ പ്രോപ്പറായിട്ട് ഡസ്റ്റ് കളക്ട് ആവുന്നില്ല. അപ്പോൾ ഈ ഡസ്റ്റ് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായി വരും. അപ്പോൾ ഡ്രസ്സിലെ ഹെയർ എല്ലാം അത്യാവശ്യം ക്ലീൻ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സോഫയുടെ ഗ്ലാസ്സിൽ ടെസയുടെ കുറച്ച് ഹെയർ ഇരിപ്പുണ്ട്.
അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ 285 രൂപയ്ക്ക് നല്ലൊരു പ്രൊഡക്റ്റാണ്. ഹെയർ എല്ലാം നന്നായിട്ട് റിമൂവ് ആകുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ പോരായ്മ എനിക്ക് തോന്നിയത് ആദ്യം ചെറിയ ബ്രഷിന് ക്വാളിറ്റി കുറവാണ്. ആ ചെറിയ ബ്രഷും അതിൻ്റെ ക്ലീനിങ് ബേസിനും ക്വാളിറ്റി കുറവാണ്. അത് ഓൾറെഡി ഞാൻ ഈ വീഡിയോയിൽ ആദ്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തേത് ഡസ്റ്റ് കളക്ട് ചെയ്യുന്ന ബിന്നിൽ ഡസ്റ്റ് പ്രോപ്പറായിട്ട് കളക്ട് ആകുന്നില്ല. ഇത് രണ്ടുമാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.